സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണ ഇൻ ബിഗ് ബോസ് സീസൺ 6. പുള്ളി പറഞ്ഞതൊക്കെ പുള്ളിയുടെ പെർഫെക്റ്റ് ഗെയിമാണ്. പെർഫെക്റ്റ് ഗെയിം മീൻസ് മാസ്റ്റർ പ്ലാൻ. അതായത് പുള്ളിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, പുള്ളിക്ക് പുറത്ത് പോകണം, പുള്ളി മടുത്തു. 10 ആഴ്ച നിൽക്കാൻ വന്നു, 12 ആഴ്ച നിൽക്കാൻ വന്നു, എനിക്ക് മതിയായി, എനിക്ക് പുറത്ത് പോകണം, പക്ഷേ ഞാൻ ഗെയിം കളിക്കും, ഗെയിം കണ്ടാൽ എനിക്ക് ഭ്രാന്താണ്, ഞാൻ കളിക്കും, ഞാൻ ജയിക്കും, അത് നിങ്ങൾ വേറൊന്നും വിചാരിക്കരുതെന്നാണ് പുള്ളി പറയുന്നത്. ഇന്നലെ ടാസ്കിൽ ജാസ്മിനെ കാലെ വരെ നിലത്തടിച്ചു 2 പ്രാവശ്യം, എന്നിട്ട് പുള്ളി ജയിച്ചു. ഇന്നാണെങ്കിലും ടാസ്കിൽ അത്രയ്ക്ക് നിന്ന് ഉരച്ചു, നടുവിന് വയ്യാന്ന് പറയുന്നു, അതിൻ്റെ ഡിസ്ക് ബൾജാന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് ഡിസ്ക് ബൾജല്ലെന്നല്ല പറയുന്നത്, അത്രയ്ക്കും എഫേർട്ട് എടുത്ത് ചെയ്യാനുള്ള ധൈര്യം വരത്തില്ല. സോ ഹീസ് എയിമിങ് ദ കപ്പ്. ഓക്കെ, അത് ഫൈനൽ വരണം എന്ന് തന്നെ പുള്ളി ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്, അല്ലാതെ ഒന്നുമല്ല. പിന്നെ പുള്ളി പറയുന്നത് അച്ഛനെ കാണാൻ പറ്റില്ല, എനിക്ക് സ്നേഹം വന്നാൽ മതിയായിരുന്നു, ഫ്രണ്ട് ജിത്തുബായി വന്നാൽ മതിയായിരുന്നു. അമ്മയെക്കുറിച്ചൊന്നും പറഞ്ഞില്ല, അമ്മയെ സ്നേഹം വന്നാലും കുഴപ്പമില്ല, അച്ഛൻ വരണ്ട, ഇതെല്ലാം ഗെയിമാണ്. പക്ഷേ പുള്ളി സ്നേഹമുള്ള ഒരാളാണ്, സമ്മതിക്കുന്നു. അപ്പോൾ നമ്മൾ കണ്ട ആളല്ല, നമ്മൾ സീക്രട്ട് ഏജൻ്റായിട്ട് കണ്ട ആളല്ല. സ്നേഹമുണ്ട്, അറ്റാച്ച്മെൻറ്റ്, ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. ഓക്കെ. പിന്നെ നന്ദനയ്ക്ക് ഈ സൂട്ട് കേസ് പണപ്പെട്ടി എടുത്ത് കൊടുക്കണമെന്ന് പറയുന്നു, ഇതും ഒരു ഗെയിമാണ്. ഈ മറ്റുള്ള ആൾക്കാരുടെ മണ്ടയിലോട്ട് ഓരോരോ പോയിൻ്റ് ഇട്ട് കൊടുത്ത് അവരുടെ ബ്രെയിൻ ഫില്ല് ചെയ്ത് വെക്കുകയാണ് പുള്ളി ചെയ്യുന്നത്. അവർ വേറൊന്നും ചിന്തിക്കരുത്. പക്ഷേ അവിടെയുള്ള ആളുകൾ ഓരോരുത്തരും ഞാൻ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഇതൊന്നും അവിടെ വില പോകത്തില്ല. അവർ വെറുതെ പോയി സായിയോട് സംസാരിക്കുന്നതാണ്. അല്ല സായി ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയുന്നത്. അതും ജാസ്മിനൊക്കെ ഭയങ്കര ബ്രില്യൻ്റ് ആണ്, അത്ര കൊച്ചു പ്രായമാണെങ്കിലും ഷീ ഈസ് വെരി ബ്രില്യൻറ്റ്. അതുകൊണ്ട് അവൾ പോയി എന്ന് പറയുന്നുണ്ട്. പിന്നെ അപ്സര കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. എൻ്റെ ഇത് വാട്ട് ഈസ് ടീമിലുള്ള ആളാണ് അങ്ങനെ പറയുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്സര കുറച്ച് കൺഫ്യൂസ്. പക്ഷേ ജാസ്മിൻ പോയി സംസാരിക്കുന്നതും ജാസ്മിൻ്റെ ഗെയിമാണ്. പുള്ളി അത്രയ്ക്ക് വയ്യാഞ്ഞിട്ട് മാറി നിന്ന് ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് പ്ലാൻ ഓഫ് സായി, അതിന് ഡൗട്ടേ ഇല്ല. പുള്ളി വന്നിട്ടുണ്ടെങ്കിൽ, ഈ ചാനൽ വിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളി ഫൈനൽ വരെ നിൽക്കാൻ തന്നെയാണ് വന്നത്, അല്ലാതെ വേറൊന്നുമല്ല. വേറൊരു കാര്യം കൂടിയുണ്ട്. ഇന്നലെ സ്നേഹ റിവ്യൂവിൽ പറഞ്ഞു, ജിത്തുബായൊക്കെ പറയുന്ന കേട്ടു, ഇനി ഫാമിലി വ്ളോഗ് തുടങ്ങേണ്ടി വരുമോ, സായി കൃഷ്ണൻ ഫാമിലി വ്ളോഗ്. അങ്ങനല്ല, പൂർവാധികം ശക്തിയോടെ സായി കൃഷ്ണ സീക്രട്ട് ഏജൻറ്റ് വന്നിരിക്കും.